ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോർട്ടൺ തിയറമാണ്. ഓക്കെ, കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഡി സി നെറ്റ്വർക്ക് തിയറംസ് ആയ തെവനിൻ തിയറം അതുപോലെ സൂപ്പർ പൊസിഷൻ തിയറം ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നോർട്ടൺ തിയറമാണ്. നോർട്ടൺ തിയറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ഇങ്ങനെയാണ്: എനി ലീനിയർ ആക്റ്റീവ് ബൈലാറ്ററൽ ഡി സി നെറ്റ്വർക്ക് ഹാവിംഗ് നമ്പർ ഓഫ് വോൾട്ടേജ് സോഴ്സസ് ആൻഡ് കറണ്ട് സോഴ്സസ് വിത്ത് റെസിസ്റ്റൻസ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ എ സിമ്പിൾ ഈക്വലൻറ്റ് സർക്യൂട്ട് ഹാവിംഗ് സിംഗിൾ കറണ്ട് സോഴ്സ് IN in parallel with a single resistance RN. Okay, where IN is known as the Norton's equivalent current through the terminal AB and RN is the Norton's equivalent resistance viewed back into the network from terminal AB. ഓക്കെ, അപ്പം നോർട്ടൺ തിയറം പറയുന്നത് ഒരു ലീനിയർ അല്ലെങ്കിൽ ലീനിയർ ബൈലാറ്ററൽ ആൻഡ് ആക്റ്റീവ് നെറ്റ്വർക്ക് ഡി സി നെറ്റ്വർക്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, എനിവേ ലീനിയർ എന്താണ്, അതുപോലെ ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദെൻ ബൈലാറ്റർ എന്താണെന്നൊക്കെ നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ളൊരു ഡി സി നെറ്റ്വർക്കിലേക്കാണ് നമുക്ക് ഒരു 2 ടെർമിനൽ ഡി സി നെറ്റ്വർക്കിലേക്കാണ് നോർട്ടൺ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയുള്ളൊരു കോംപ്ലക്സ് സർക്യൂട്ടിനെ ഒരു സിംഗിൾ കറൻറ്റ് സോഴ്സ് ദറ്റ് ക്യാൻ ബി നോട്ടേറ്റ് നമുക്ക് പറയാൻ പറ്റുന്നത് IN എന്ന രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ദ IN ഈസ് ഇൻ പാരലൽ വിത്ത് ദ റെസിസ്റ്റൻസ് RN വെർ IN ഈസ് ദ നോർട്ടൺ ഇക്വലൻറ്റ് കറൻറ്റ് ആൻഡ് RN ഈസ് ദ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ എൻ്റയർ സർക്യൂട്ട്, ഒരു കോംപ്ലക്സ് സർക്യൂട്ടിനെ നമ്മൾ ഒരു സിമ്പിൾ സർക്യൂട്ടായിട്ട് കൺവേർട്ട് ചെയ്യാണ്. ആ സർക്യൂട്ടിനകത്ത് കറൻറ്റ് സോഴ്സ് IN അതുപോലെ IN റെസിസ്റ്റൻസ് RNുമായിട്ട് പാരലൽ കണക്ഷനിലായിരിക്കും ഉണ്ടാവുക. അത്രയും ശ്രദ്ധിക്കുക. IN എന്ന് പറയുന്നത് നോർട്ടൺസ് ഈക്വലൻറ്റ് കറൻറ്റാണ്. അതുപോലെ RN എന്ന് പറയുന്നത് നോർട്ടൺസ് ഈക്വലൻറ്റ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഏതൊരു കോംപ്ലക്സ് സർക്യൂട്ടിനെയും ഏതൊരു ലീനിയർ ബൈലാറ്ററൽ ആൻഡ് ആക്റ്റീവ് ടു പോർട്ട് നെറ്റ്വർക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ 2 ടെർമിനൽ നെറ്റ്വർക്ക് ആണെങ്കിൽ അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇൻറ്റു എ കറൻറ്റ് സോഴ്സ് ഇൻ പാരലൽ വിത്ത് എ റെസിസ്റ്റൻസ്. ഇതാണ് നോർട്ടൺ ഈക്വലൻറ്റ് തിയറം പറയുന്നത്. ഇങ്ങനെ കണ്ടുപിടിക്കുന്ന സമയത്ത് തെവനിൻ തിയറത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സസ് ആർ ഷോർട്ട് സർക്യൂട്ടഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് കറൻറ്റ് സോഴ്സസ് ആർ ഓപ്പൺ സർക്യൂട്ട് അല്ലേ. നമ്മൾ പറഞ്ഞിരുന്നു അതിൻ്റെ കറൻറ്റ് സോഴ്സ് ആണെങ്കിലും വോൾട്ടേജ് സോഴ്സ് ആണെങ്കിലും അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണമെന്ന്. അങ്ങനെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, അതുപോലെ കറൻറ്റ് സോഴ്സിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ നോർട്ടൺസ് തിയറത്തിലും ചെയ്യണം. ഇനി ഏതെങ്കിലും ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് സർക്യൂട്ടിൽ തന്നെ നിർത്തിക്കൊണ്ടാണ് നമ്മൾ നോർട്ടൺസ് ഈക്വലൻറ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. ഫൈനലി നമുക്ക് കിട്ടുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത് ഏതൊരു കോംപ്ലക്സ് സർക്യൂട്ട് നെറ്റ്വർക്ക് ആണെങ്കിലും ഒരു കറൻറ്റ് സോഴ്സ് ഒരു റെസിസ്റ്റൻസിനോട് പാരലൽ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് നമുക്ക് കിട്ടുക. സോ അതിൻ്റെ സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് റിമൂവ് ദ ലോഡ് റെസിസ്റ്റൻസ് RL ത്രൂ വിച്ച് ദ കറൻറ്റ് ഈസ് റിക്വയർഡ് and short circuit it. Let terminals of load are labeled as AB. Okay, then therefore AB is the short circuit. First of all നമ്മൾ ലോഡ് റെസിസ്റ്റൻസ് ഏതാണെന്ന് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. ഓക്കെ, റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. എവിടെ നിന്നാണോ നമ്മൾ റിമൂവ് ചെയ്തത് അവിടെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. എന്നിട്ട് അത് നമുക്ക് ഇപ്പം സപ്പോസ് AB എന്നുള്ള AB എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെർമിനലിന് മാർക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പം ഈ AB എന്നുള്ള ടെർമിനൽ എന്തായിരിക്കും, ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആവും. നേരത്തെ കേസിൽ ഓപ്പൺ സർക്യൂട്ട് ആയിരുന്നു. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ലോഡ് റിമൂവ് ചെയ്തതിന് ശേഷം സർക്യൂട്ടിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം. Then step 2, find the current through the terminal AB by applying KCL or KVL, Ohm's law or superposition principle. This current is the short circuit current and it is known as the Norton's equivalent current. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇതിന് മുന്നേയുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു, നമ്മളൊരു നെറ്റ്വർക്കിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ KCL അല്ലെങ്കിൽ KVL ഓർ അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർപൊസിഷൻ തിയറം, അങ്ങനെയുള്ള തിയറംസ്, ഓംസ് ലോ, ഇതിൽ ഏത് തിയറംസ് വേണമെങ്കിലും വോൾട്ടേജ് ഡിവിഷൻ എന്നുള്ള ഡിവിഷൻ റൂളൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് എൻ്റയർ സർക്യൂട്ടിനെ സിംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈവൻ നമ്മൾ നോർട്ടൺ തിയറം അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് മറ്റ് തിയറംസ് അല്ലെങ്കിൽ മറ്റ് ലോസ് അതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാതിരിക്കാൻ പാടില്ലെന്നില്ല. കാരണം നമ്മൾ സർക്യൂട്ടിനെ കോംപ്ലക്സിൽ നിന്ന് ഒരു സിമ്പിൾ സർക്യൂട്ടാക്കി മാറ്റണമെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ കിർച്ചോഫ് കറൻറ്റിലോ കിർച്ചോഫ് വോൾട്ടേജിലോ അതുപോലെ
സൂപ്പർ പൊസിഷൻ തിയറമൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ഈ നോർട്ടൺ ഈക്വലൻറ്റ് കറൻറ്റ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ലോഡ് റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്തിട്ട് ലോഡ് റെസിസ്റ്റൻസ് റിമൂവ് ചെയ്ത് ടെർമിനലിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് ഈ ലോസ് അല്ലെങ്കിൽ ഈ തിയറംസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്കതൊന്ന് നോർട്ടൺ ഈക്വലൻറ്റ് കറൻറ്റ് കണ്ടുപിടിക്കാം. ദെൻ കാൽക്കുലേറ്റ് ദ നോർട്ടൺ റെസിസ്റ്റൻസ്. സോ നോർട്ടൺ റെസിസ്റ്റൻസ് എന്ന് പറയുന്നതും എന്തിനോട് ഈക്വലൻ്റ് തന്നെയാണ്? തെവനിൻ റെസിസ്റ്റൻസിനോട് ഈക്വലൻ്റ് ആണ്. സോ സെറ്റ് ഓൾ ഇൻഡിപെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സസ് ആസ് ഷോർട്ട് സർക്യൂട്ട് ആൻഡ് കറൻറ്റ് സോഴ്സ് ആർ ഓപ്പൺ സർക്യൂട്ട്. Then calculate the resistance as seen through the terminals AB into the network. This resistance is known as Norton's equivalent resistance. എങ്ങനെയാണോ നമ്മൾ തെവനിൻ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചത് അതേ സ്റ്റെപ്പ് തന്നെയാണ് നോർട്ടൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ദെൻ അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം, കറൻറ്റ് സോഴ്സ് ഉണ്ടെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം. ദെൻ ഡ്രോ ഈക്വലൻറ്റ് സർക്യൂട്ട്, അതായത് റീപ്ലേസ് ദ എൻറ്റയർ നെറ്റ്വർക്ക് ബൈ നോർട്ടൺ ഈക്വലൻറ്റ് കറൻറ്റ് ഇൻ പാരലൽ വിത്ത് നോർട്ടൺ ഈക്വലൻറ്റ് റെസിസ്റ്റൻസ്. ദെൻ കണക്ട് ദ ലോഡ് റെസിസ്റ്റൻസ് അഗെയിൻ. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പാരലൽ നെറ്റ്വർക്ക് ആയിരിക്കും. അതിൽ കറൻറ്റ് സോഴ്സ് നോർട്ടൺ ഈക്വലൻറ്റ് കറൻറ്റ് സോഴ്സ് ഈസ് ഇൻ പാരലൽ വിത്ത് ഈക്വലൻറ്റ് നോർട്ടൺസ് ഈക്വലൻറ്റ് റെസിസ്റ്റൻസ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്ത് ലോഡ് റെസിസ്റ്റൻസിനെ റീകണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ആ സർക്യൂട്ട് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഡയഗ്രമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സർക്യൂട്ടിൽ എന്തായിരിക്കും വരുന്നത്? IN ഈസ് ഇൻ പാരലൽ വിത്ത് RN ആൻഡ് അഗെയിൻ ദ ലോഡ് കറൻറ്റ് ഈസ് ഫ്ലോയിങ് ത്രൂ ലോഡ് റെസിസ്റ്റൻസ് RL. അത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും കണക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് ദ കറൻറ്റ് ത്രൂ 3 ohm റെസിസ്റ്റർ ബൈ നോർട്ടൺസ് തിയറം ഫോർ ദ നെറ്റ്വർക്ക് ഷോൺ. ഓക്കെ, അപ്പം എക്സാമിന് ചോദിക്കുന്നത് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്യാൻ പറയും നോർട്ടൺസിൽ. അതുപോലെ അതിനെ നോർട്ടൺ തിയറം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയും. മിക്കവാറും ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കാറുള്ളത്. എന്നിരുന്നാൽ നമുക്ക് ആ നോർട്ടൺ ആ സ്റ്റെപ്സൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം, എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. സോ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഫൈൻഡ് ദ കറൻറ്റ് ത്രൂ 3 ohm റെസിസ്റ്ററിലൂടെയുള്ള കറൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് 3 ohm റെസിസ്റ്ററാണ് ലോഡ് റെസിസ്റ്റൻസ് എന്നുള്ളത് അറിയാൻ പറ്റും. ഇനി 2 വോൾട്ടേജ് സോഴ്സാണ് തന്നിട്ടുള്ളത്. ഒന്ന് 24 വോൾട്ടും ഒന്ന് 12 വോൾട്ടിൻ്റെ 2 വോൾട്ടേജ് സോഴ്സാണ് തന്നിട്ടുള്ളത്. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് കാൽക്കുലേഷൻ ഓഫ് RN. ദാറ്റ് ഈസ് കാൽക്കുലേഷൻ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് RThevenin. Redraw the circuit by removing the 3 ohm resistance and short circuit the voltage source as shown in figure. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ, അതായത് 3 ohm റെസിസ്റ്റൻസിനെ അതിന് റീപ്ലേസ് ചെയ്ത് സർക്യൂട്ടിൽ നിന്ന് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിന്ന് ഫസ്റ്റ് ഇവിടെ RThevenin കണ്ടുപിടിച്ചത്. RThevenin കണ്ടുപിടിക്കുന്ന നേരം എന്ത് ചെയ്യണം? രണ്ടും വോൾട്ടേജ് സോഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കൊടുത്തു. 2 ടെർമിനലും ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് RN കിട്ടും. ദാറ്റ് ഈസ് ഈക്വലൻറ്റ് ടു RThevenin. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഏതാണ്? 6 ohmഉം 1 ohmഉം പാരലലാണ് അല്ലേ? R1 ആൻഡ് R2 ആർ ഇൻ പാരലൽ. സോ 6 × 1 ഡിവൈഡഡ് ബൈ 6 + 1 ആൻസർ എന്താ വരുന്നത്? 0.857 ആണ് ആൻസർ വരുന്നത്. ദെൻ സ്റ്റെപ്പ് 2 കാൽക്കുലേഷൻ ഓഫ് നോർട്ടൺസ് കറൻ്റ് ആണ്. IN എന്നുള്ള കറൻ്റാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കറൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ റിമൂവ് ചെയ്തിട്ടുള്ള ലോഡ് റെസിസ്റ്റൻസിൻ്റെ പാർട്ടിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത പാത്തിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റിനെയാണ് എന്ത് പറയുന്നത്? നോർട്ടൺസ് ഈക്വലൻറ്റ് കറൻറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് IN. അങ്ങനെ ചെയ്യുമ്പോൾ വീണ്ടും ഈ 24 വോൾട്ടും 12 വോൾട്ടും ഒക്കെ വേണമല്ലോ. അപ്പോൾ ഇത് ഒന്നുകിൽ നിങ്ങൾക്ക് RThevenin ആദ്യം കണ്ടുപിടിക്കാം, RThevenin ഓർ RN ആദ്യം കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ IN കണ്ടുപിടിക്കാം. ഇതിലേത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. അപ്പം ഇവിടെ സ്റ്റെപ്പ് 2 ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ എങ്ങനെ കറൻറ്റ് കണ്ടുപിടിക്കാം? കറൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ എന്താ ചെയ്യുക? ഇവിടുത്തെ കറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 24 വോൾട്ട് കാരണം ഉണ്ടായിട്ടുള്ള കറൻറ്റും അതുപോലെ 12 വോൾട്ട് കാരണം ഉണ്ടായിട്ടുള്ള കറൻറ്റുമാണ് ഇവിടുത്തെ IN എന്ന് പറയുമ്പോൾ വരിക. സോ ഒന്ന് I1 എന്നും ഒന്ന് I2 എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ IN ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? I1 + I2 ആയിരിക്കുമല്ലോ. ഇനി എന്താണ് I1 വരുന്നത്? I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ഡിവൈഡഡ് ബൈ ഏതൊക്കെയാണ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ? റെസിസ്റ്റൻസ് 6 ohm അല്ലേ? ഈ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ
ഇവിടെ ഈ ഒരു സർക്യൂട്ട് ഷോർട്ട് സർക്യൂട്ടാണ്, ശ്രദ്ധിക്കാം. ഈ സർക്യൂട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഈ എ ബി എന്ന് മാർക്ക് ചെയ്ത ടേം, എ ബി എന്ന് എപ്പോഴാണ് മാർക്ക് ചെയ്തത്? നമ്മൾ റെസിസ്റ്റൻസ് റിമൂവ് ചെയ്തതിന് ശേഷം ആ ഒരു പാത്ത് ഷോർട്ട് സർക്യൂട്ട് ആക്കിയിട്ടുണ്ട്. ദെൻ നമ്മൾ വി ആർ മാർക്ക്ഡ് ഇറ്റ് ആസ് എ ആൻഡ് ബി. ദ ടെർമിനൽസ് ആർ മാർക്ക്ഡ് ബൈ എ ആൻഡ് ബി. ഓക്കെ, അപ്പം ഈ റെസിസ്റ്റൻസ് R2 എന്നുള്ള റെസിസ്റ്റൻസ്, എയും ബിയും ഷോർട്ട് സർക്യൂട്ടാണ് ഓൾറെഡി. സോ R2 എന്നുള്ള റെസിസ്റ്റൻസ് ഇപ്പോൾ ഇവിടെ പ്രസക്തി ഉണ്ടോ? ഇല്ല. കാരണം എന്താണ്? കറണ്ട് എപ്പോഴും ഫ്ലോ ചെയ്യുന്നത് റെസിസ്റ്റൻസ് കുറഞ്ഞ പാത്തിലൂടെ ആയിരിക്കും. ഇവിടെ R2 എന്ന് പറയുമ്പോൾ ഹാവിങ് സം റെസിസ്റ്റൻസ് എന്നാണ്. R2ന് വാല്യൂ ഉണ്ട്, 1 ഓം ആണെങ്കിലും റെസിസ്റ്റൻസ് ഉണ്ട്. ബട്ട് ഈ അപ്പോഴും കറണ്ട് ഇവിടെ റെസിസ്റ്റൻസ് ഇല്ലാത്തൊരു പാത്ത് ഉള്ളതുകൊണ്ട് കറണ്ട് ഏതിലൂടെ പാസ് ചെയ്യും? ഈ എ ബി എന്നുള്ള ആ ഒരു പാത്തിലൂടെ പാസ് ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെ ആവുമ്പോൾ അവിടെ എന്തായിരിക്കും? നമുക്ക് ഓംസ് ലോ അപ്ലൈ ചെയ്താൽ മതി. സോ ഓംസ് ലോ എന്ന് പറയുമ്പോൾ എന്താണ്? 24/6 പ്ലസ് ദെൻ നെക്സ്റ്റ് 12 വോൾട്ട്. 12 വോൾട്ട് അതുപോലെയാണ് വരുന്നത് അല്ലേ? 12/1. അപ്പം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ, ഇവിടെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അറ്റ് എ ടൈമിൽ ഒരു വോൾട്ടേജ് സോഴ്സ് കൺസിഡർ ചെയ്തു. ഓക്കെ, ഇതുപോലെ സൂപ്പർ പൊസിഷൻ തിയറം വരുന്നുണ്ട് കേട്ടോ. 24 വോൾട്ടിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 24/6 ആണ്. അതുപോലെ 12 വോൾട്ടിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് 12/1 ആണ്. കാരണം ഇവിടെ ഈ ഒരു പാത്ത് കൺസിഡർ ചെയ്താലും എ ബി ടെർമിനലിൽ ഷോർട്ട് സർക്യൂട്ട് ഉള്ളത് കാരണം നമുക്ക് ഏത് റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, 6 ഓം റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല 12 വോൾട്ട് വരുമ്പോൾ. ഞാൻ ഒന്നുകൂടി പറയാം. നമുക്കിവിടെ നമ്മൾ സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 24 വോൾട്ട് വെച്ചിട്ടുള്ള വോൾട്ടേജ് സോഴ്സാണ്, 24 വോൾട്ടേജ് വെച്ചിട്ടുള്ള കറൻറ്റാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ എന്തായിരിക്കും വരിക? ഇവിടുത്തെ കറൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? 24/6 ആണ് വരിക അല്ലേ? 24/6 ആണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ 12 വോൾട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 12 വോൾട്ട് ഡിവൈഡഡ് ബൈ 1 വരും. ഓക്കെ, അപ്പം ആ രീതിയിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആൻസർ വരിക. അപ്പം I1 + I2 എന്ന് പറയുമ്പോൾ ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ 16 ആംപിയർ എന്ന് കിട്ടും. ദെൻ നോർട്ടൺസ് തിയറം അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് ഇനി വരുന്നത് എന്താണ്? നോർട്ടൺ ഈക്വലൻ്റ് സർക്യൂട്ട് വരയ്ക്കണം. നോർട്ടൺ ഈക്വലൻ്റ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ IN ഈസ് ഇൻ പാരലൽ വിത്ത് RN ആണ്. ഇവിടെ IN എന്ന് പറയുന്നത് 16 ആംപിയറും RN എന്ന് പറയുന്നത് 0.857 ഓമുമാണ്. ഓക്കെ, അപ്പം അതിലേക്ക് ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ട് ഇനി നമ്മൾ കറൻറ്റ് കണ്ടുപിടിക്കണ്ടേ? കറൻറ്റ് IL ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ IL ഈസ് ഈക്വൽ ടു എന്താണ്? ഇവിടെ ഈ സർക്യൂട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറൻറ്റ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതൊരു പാരലൽ സർക്യൂട്ടാണല്ലോ. സോ കറൻറ്റ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാം. എങ്ങനെയാണ് വരിക? IN ഇൻറ്റു ഓപ്പോസിറ്റ് സൈഡ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അതായത് IN ഇൻറ്റു RN ഡിവൈഡഡ് ബൈ RN പ്ലസ് R3 ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ഇൻറ്റു 0.857 ഡിവൈഡഡ് ബൈ 0.857 പ്ലസ് 3. ആൻസർ വരുന്നത് 3.55 ആംപിയർ എന്നാണ്. ഓക്കെ, ഞാൻ ഈ പ്രോബ്ലം ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 3 ഓം റെസിസ്റ്ററിലൂടെയുള്ള കറൻറ്റാണ് യൂസിങ് നോർട്ടൺ തിയറം. ഓക്കെ, അപ്പോൾ 3 ഓം റെസിസ്റ്റൻസ് ആണ് ഇവിടെ ലോഡ് റെസിസ്റ്റൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ 3 ഓം റെസിസ്റ്റൻസിന് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ആ ടെർമിനൽ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ദെൻ RN അല്ലെങ്കിൽ ഈക്വലൻറ്റ് നോർട്ടൺ റെസിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് വോൾട്ടേജ് സോഴ്സാണ്, 2 വോൾട്ടേജ് സോഴ്സാണ് തന്നിട്ടുള്ളത്. 24 വോൾട്ടും അതുപോലെ 12 വോൾട്ടേജ് സോഴ്സുമാണ്. അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം, അതായത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. അങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് കിട്ടുന്ന ഈക്വലൻറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ R1 6 ഓം, അതുപോലെ R2 എന്ന് പറയുന്നത് 1 ഓം ആണ്. ഇത് രണ്ടും പാരലൽ കണക്ഷൻ ആണല്ലോ വരുന്നത് അല്ലേ? സോ ഈ പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 6 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.857 ഓം എന്ന് കിട്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ. അതിനുശേഷം നമ്മൾ IN കണ്ടുപിടിക്കണം, നോർട്ടൺ ഈക്വലൻറ്റ് കറൻറ്റ് കണ്ടുപിടിക്കണം. നോർട്ടൺ ഈക്വലൻറ്റ് കറൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം IN എന്ന് പറയുന്നത്
നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് പാത്തിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമുക്ക് സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്യാം. സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ വി ആർ കൺസിഡറിങ് 1 സോഴ്സ് അറ്റ് എ ടൈം. അപ്പോൾ നമ്മൾ 24 വോൾട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 12 വോൾട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് ഒരു വോൾട്ടേജ് സോഴ്സിന് കാരണം ഉണ്ടാകുന്ന കറൻറ്റും അതുപോലെ അപ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ പ്ലസ് അടുത്ത സോഴ്സ് കാരണം ഉണ്ടാകുന്ന വാല്യൂ മീൻസ് കറൻറ്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതായിരിക്കും ഇതിലെ ടോട്ടൽ കറൻറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ 2 വോൾട്ടേജ് സോഴ്സ് ആയതുകൊണ്ടും നമുക്ക് കിട്ടുന്നത് I1 + I2 24/6 + 12/1 ആണ്. അപ്പം 24/6 മീൻസ് ഇവിടുത്തെ വോൾട്ടേജ് സോഴ്സ് ഡിവൈഡഡ് ബൈ ഈ ഒരു പാത്ത് ഷോർട്ട് സർക്യൂട്ട് ആയതുകൊണ്ട് കറൻറ്റ് ഏതിലൂടെ തന്നെ ഫ്ലോ ചെയ്യും, ഇങ്ങോട്ട് തന്നെ ഫ്ലോ ചെയ്യും, ഇങ്ങോട്ട് ഫ്ലോ ചെയ്യില്ല, കാരണം അവിടെ ഒരു റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ്. സോ നമുക്കറിയാം 24/6 6 ഓം ആണ് R1ൻ്റെ വാല്യൂ, പ്ലസ് അതുപോലെ അഗെയിൻ 12 വോൾട്ട് കൺസിഡർ ചെയ്യുമ്പോൾ കിട്ടുന്നത് 12/1 ദാറ്റ് ഈസ് ഈക്വൽ, ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 16 ആംപിയർന്ന് കിട്ടും. ഓക്കെ, ദെൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഒരു കോംപ്ലക്സ് സർക്യൂട്ടിന് IN അതായത് ഈക്വലൻറ്റ് കറൻറ്റ് സോഴ്സും പാരലൽ 16 ആംപിയർ എന്നുള്ള കറൻറ്റ് സോഴ്സ് ഈക്വലൻറ്റ് നോർട്ടൺ റെസിസ്റ്റൻസുമായിട്ട് പാരലലായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ രണ്ടിൻ്റെ വാല്യൂ നമുക്കറിയാം. അതിനുശേഷം ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ഓം ആണ്. ഇനി നമുക്ക് IL കണ്ടുപിടിക്കണം. ലോഡ് കറൻറ്റാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ ലോഡ് കറൻറ്റ് കാണണമെങ്കിൽ IL ഈസ് ഈക്വൽ ടു എന്താണ്, IN × RN ഡിവൈഡഡ് ബൈ RN + RL. ഓക്കെ, ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. IL ഈസ് ഈക്വൽ ടു IN × RN ഡിവൈഡഡ് ബൈ RN + RL. നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ 3.55 ആംപിയർ ആണ്. അപ്പോൾ ഈ രീതിയിലാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നോർട്ടൺ തിയറം കണ്ടുപിടിക്കുന്നത് തെവെനിൻ തിയറം കണ്ടുപിടിക്കുന്നതിൻ്റെ ഏകദേശം ഒരുപോലെ ആണെങ്കിലും നമ്മൾ ഇവിടെ IN ആണ് കണ്ടുപിടിച്ചത്. ദെൻ തെവെനിൻ തിയറത്തിലാണെങ്കിൽ നമ്മൾ VThevenin ആണ്. രണ്ടും മാറിപ്പോവാതെ രണ്ടിൻ്റെ സ്റ്റെപ്സ് പഠിച്ചോളാം. ഓക്കെ.